ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർച്ച് മാസം 26-ാം തീയതി രാവിലെ 5 മണിക്ക് ശുക്രൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ശുക്രന്റെ ഈ രാശിമാറ്റം മൂലം ധനുക്കൂറ് മുതൽ മേടക്കൂറ് വരെ ഉള്ള കൂറുകളിൽ ജനിച്ചവർക്ക് എന്തൊക്കെ ഗുണഫലങ്ങൾ ലഭിക്കുമെന്ന് പരിശോധിക്കാം. ആദ്യമായി കുംഭക്കൂറ് പരിശോധിക്കാം. അവിട്ടം, പകുതി, ചതയം, പൂരട്ടാതി, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് 3-ാം ഭാവത്തിലാണ്. 3-ാം ഭാവത്തിലെ ശുക്രന്റെ ചാര ഫലം അനുസരിച്ച് ഈ കൂറുകാർക്ക് ധനലാഭം അനുഭവപ്പെടും. ധനപരമായ നേട്ടം വിവിധ മേഖലയിൽ നിന്നും ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ധനപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന ഈ കൂറുകാർക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടും. ധനസ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് എത്തുന്നതാണ്. പ്രത്യേകിച്ച് കർമ്മരംഗത്തു നിന്നും ധനലാഭം കൂടുതലായി പ്രതീക്ഷിക്കാം. വിവിധ മേഖലയിൽ നിന്നും കൂടുതൽ സാമ്പത്തികമായ സഹായവും ഇവർക്ക് വന്നു ചേരും. വലിയ ആജ്ഞാശക്തിയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. തങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. സ്ഥാനാന്തര പ്രാപ്തിയും ഈ കൂറിൽപ്പെട്ടവർക്ക് ശുക്രൻ നൽകുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് ഒരു മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ച വന്നു ചേരും. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും അനുകൂലമായ ഒരു പ്രമോഷൻ പ്രതീക്ഷിക്കാം. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഗുണകരമായ ഒരു ഉയർച്ച വന്നു ചേരും. കൂടുതൽ അധികാരം ലഭിക്കുന്നതും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതുമായ സ്ഥാനത്തേക്ക് ഇവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഇപ്പോഴത്തെ തൊഴിലിൽ നിന്നും മാറി പുതിയ ഒരു തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. കർമ്മരംഗത്ത് കൂടുതൽ ഉയർച്ച ഇവർക്ക് തീർച്ചയായും വന്നു ചേരും. അതുപോലെ ശത്രുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാവും. അസൂയാലുക്കളായ ആളുകൾ തങ്ങൾക്ക് പ്രതികൂലമായി ചെയ്തു വന്നിരുന്ന പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കും. എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും അനുകൂലമായ നിലപാടുകൾ ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ അംഗീകാരം ഇവർക്ക് ലഭിക്കുന്നതാണ്. പൊതുവെ ശുക്രന്റെ 3-ാം ഭാവസ്ഥിതി കുംഭക്കൂറുകാർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ചെയ്യുന്നതാണ്. അടുത്തത് മകരക്കൂറാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ പകുതി ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ കൂടുതൽ ബന്ധുബലം ഇവർക്ക് നൽകും. പുതിയ പുതിയ ബന്ധങ്ങൾ ഇവർക്ക് വന്നു ചേരും. നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. തങ്ങളിൽ നിന്നും അകന്നു കഴിയുന്ന ബന്ധുക്കൾ അകൽച്ചയൊക്കെ അവസാനിപ്പിച്ച് കൂടുതൽ സഹകരിക്കുവാൻ തുടങ്ങുന്നതാണ്. സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായം മൂലം വലിയ ഉയർച്ച ഇവർക്ക് അനുഭവപ്പെടും. കുടുംബത്തിൽ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസം കൂടുതലായി വന്നു ചേരും. പരസ്പര സഹകരണവും സഹായവും കുടുംബത്തിലെ എല്ലാവരെയും കൂടുതൽ ഉയർച്ചയിലേക്ക് നയിക്കും. ബന്ധുജനങ്ങളുമായി സഹവാസം ചെയ്യാനുള്ള അവസരവും ഇവർക്ക് ഉണ്ടാകും. ദൂരദേശങ്ങളിൽ വസിക്കുന്ന ബന്ധുക്കളുമായി സഹവസിക്കാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ബന്ധുക്കളുമായി പരസ്പരം സഹകരിച്ച് സഹായിച്ച് കഴിയുന്നതിലൂടെ വലിയ ഉയർച്ച ജീവിതത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. അതുപോലെ ബന്ധു സഹായം മൂലം ഇവർക്ക് വലിയ പ്രതാപത്തോടുകൂടി കഴിയാനുള്ള അവസരവും വന്നു ചേരും. മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയും ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും. പൊതുവെ മകരക്കൂറുകാർക്ക് ശുക്രന്റെ 4-ാം ഭാവസ്ഥിതി മൂലം വലിയ ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരും. അടുത്തത് മീനക്കൂറാണ്. പൂരട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്
ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് 2-ാം ഭാവത്തിലാണ്. 2-ാം ഭാവം ധനഭാവമാണ്, കുടുംബ ഭാവമാണ്. ദ്രവ്യ ലാഭമാണ് 2-ാം ഭാവത്തിലെ ശുക്രന്റെ പ്രധാനപ്പെട്ട ചാരഫലം. കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. കച്ചവടക്കാർക്കും വ്യവസായികൾക്കും കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് പാത്ര കച്ചവടക്കാർക്കും മറ്റും കൂടുതലായി ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ഇതര ലിംഗത്തിൽപ്പെട്ടവരുമായി വളരെ അടുത്ത് ഇടപഴകുവാനും അതിലൂടെ കൂടുതൽ സുഖാനുഭവങ്ങൾ ലഭിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും അനുഭവപ്പെടും. കുടുംബസുഖം കൂടുതലായി അനുഭവിക്കാൻ യോഗമുണ്ട്. ഭാര്യയും സന്താനങ്ങളുമായി ഇടപഴകി കൂടുതൽ സന്തോഷകരമായി ജീവിക്കാനുള്ള അനുഭവം ഇവർക്ക് വന്നു ചേരും. കുടുംബ സ്വത്തുക്കൾ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല സഹകരണവും പരസ്പര ബഹുമാനവും നിലവിൽ വരും. അലങ്കാര വസ്തുക്കൾ വാങ്ങുവാനും അനുഭവിക്കാനും യോഗമുണ്ട്. വീടുകളും അതുപോലെ കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കൂടുതൽ മോടി പിടിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും. ആഗ്രഹിക്കുന്ന സുഖങ്ങളൊക്കെ കൂടുതൽ കാലം അനുഭവിക്കാൻ ഇടയാവും. അധികാരികളുടെ ബഹുമാനം ഇവർക്ക് പിടിച്ചു പറ്റുവാൻ കഴിയുന്നതാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുടെ സഹകരണവും അവരുടെ സഹായവും ഒക്കെ കൂടുതലായി പ്രതീക്ഷിക്കാം. ഗവൺമെന്റിൽ നിന്നും എന്തെങ്കിലും സഹായങ്ങൾ ലഭിക്കാൻ ഉള്ളവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണ്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം കാലം ഈ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവർക്ക് 5-ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി മൂലം ഇവർക്ക് വലിയ ധനലാഭം വന്നു ചേരും. സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ആ പ്രയാസങ്ങളൊക്കെ വിട്ടുമാറും. വളരെ മെച്ചപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതി ഇവർക്ക് കൈവരും. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഇല്ലാതാക്കി സാമ്പത്തിക ഭദ്രത ഇവർക്ക് പെട്ടെന്ന് തന്നെ കൈവരുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ഉടൻ ലഭിക്കും. കടം കൊടുത്ത തുക തിരികെ കിട്ടാനുള്ളവർക്ക് അനുകൂലമായ സമയമാണ്. ചിട്ടിയും ലോണും ഒക്കെ ലഭിക്കാനുള്ളവർക്ക് അത് ലഭിക്കുന്നതിന് അനുകൂല സമയമാണ് ശുക്രന്റെ ഈ രാശിസ്ഥിതി. സന്താന സിദ്ധിയും 5-ാം ഭാവത്തിലെ ശുക്രന്റെ ചാരഫലമാണ്. സന്താനം ഉണ്ടാകാതെ വിഷമിച്ച് കഴിയുന്ന ദമ്പതിമാർക്ക് സന്താന സിദ്ധിക്ക് അനുകൂലമായ കാര്യങ്ങളൊക്കെ ഈ ശുക്രന്റെ 5-ാം ഭാവസ്ഥിതി മൂലം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ സൗഖ്യം ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും. ബന്ധുക്കളെ കൊണ്ടും കൂടുതൽ ഗുണഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അകന്നു കഴിയുന്ന ബന്ധുക്കളുമായി അടുക്കുവാനും അവരുമായി സഹകരിക്കുവാനും അവസരമുണ്ടാകും. കൂടുതൽ ബന്ധുക്കൾ ഉണ്ടാവുകയും അവരുടെ സഹായ സഹകരണങ്ങൾ മൂലം വലിയ വിജയങ്ങൾ ജീവിതത്തിൽ നേടുവാനും കഴിയുന്നതാണ്. ഗുരുജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം മൂലം ജീവിതത്തിൽ വലിയ ഉയർച്ച ഇവർക്ക് കൈവരും. എല്ലാ രംഗത്തും അപ്രതീക്ഷിതമായ വിജയമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അടുത്തത് മേടക്കൂറാണ്. മേടക്കൂറുകാർക്ക് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ലഗ്നഭാവത്തിലാണ്. അശ്വതി, ഭരണി, കാർത്തിക കാലം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ഇവരെ സംബന്ധിച്ച് പൊതുവെ കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ശുക്രന്റെ ലഗ്നസ്ഥിതി മൂലം വന്നു ചേരും. സുഖകരമായ ഭക്ഷണം ഇവർക്ക് അനുഭവത്തിൽ വരും. ദാരിദ്ര്യം എന്നുള്ളത് ഈ കൂറിൽപ്പെട്ടവർക്ക് അനുഭവത്തിൽ വരുന്നതേയല്ല. തങ്ങൾക്ക് താല്പര്യമുള്ള ഭക്ഷണ പാനീയങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാകും. അതുപോലെ അകന്നു കഴിയുന്ന ദമ്പതിമാർക്ക് ഒന്നിക്കാനുള്ള അവസരവും ശുക്രന്റെ ലഗ്നസ്ഥിതി മൂലം വന്നു ചേരും. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നിച്ച് കഴിയാനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. അതുപോലെ വിവാഹ ആലോചന നടത്തുന്ന യുവതി യുവാക്കൾക്കും അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. പുനർവിവാഹം ആലോചിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ്.
സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായി വാങ്ങുന്നതിനും അത് അനുഭവിക്കുന്നതിനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും. കട്ടില്, കിടക്ക തുടങ്ങിയവ പുതുതായി വാങ്ങുവാനും ഉപയോഗിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. സുഖഭോഗ വസ്തുക്കൾ ധാരാളമായി ഇവർക്ക് അനുഭവത്തിൽ വരും. ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. വലിയ ആത്മധൈര്യം ജീവിതത്തിൽ പ്രകടിപ്പിക്കുവാൻ ഇവരെ കൊണ്ട് കഴിയും. പൊതുവെ ശുക്രന്റെ ലഗ്നസ്ഥിതി ജീവിതത്തിലെ എല്ലാ രംഗത്തും വലിയ ഉയർച്ചയും വിജയവും ഇവർക്ക് നൽകുന്നതാണ്. ചാരഫലം എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടണം എന്നില്ല. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഗുണദോഷങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ചാരഫലം അനുഭവപ്പെടുക. ഇപ്പോൾ അനുഭവിക്കുന്ന ദശയുടെയും അന്തർദശയുടെയും ഗുണദോഷങ്ങൾക്ക് അനുസൃതമായിരിക്കും ചാരഫലം. ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചാൽ ശുഭഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടും. ഈ കൂറുകളിൽപ്പെട്ട എല്ലാവർക്കും തന്നെ ഭാഗ്യാനുഭവങ്ങൾ പൂർണ്ണമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.